ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ് ബയോളജിയിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ്റെ തേർഡ് പാർട്ടാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂറിയ സിന്തസിസ് മുതലാണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ നമ്മൾ 2 പാർട്ടായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സ് നോക്കാം. യൂറിയ സിന്തസിസ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വ്യത്യസ്ത തരം എക്സ്ക്രീഷൻ പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെസ്പിറേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ അല്ലേ. അവിടെ എന്താണ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇനി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റൊരു എക്സ്ക്രീഷൻ പ്രോഡക്റ്റാണ് യൂറിയ എന്ന് പറയുന്നത്. എങ്ങനെയാണ് യൂറിയ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് യൂറിയ ഫോം ചെയ്യുന്നത് ആൻഡ് അതെങ്ങനെയാണ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്, അതാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് യൂറിയ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബോഡിയിൽ എന്ന് ആദ്യം നോക്കാം. അപ്പോൾ എല്ലാ സെല്ലുകളിലും പലതരത്തിലുള്ള മെറ്റബോളിസംസ് നടക്കുന്നുണ്ട് അല്ലേ. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ സെല്ലുകളിൽ നടക്കുന്നുണ്ട്. സോ അതിൽ പ്രോട്ടീൻ്റെ മെറ്റബോളിസം, പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പം അവിടെ നിന്ന് എന്തുണ്ടാകുന്നു? ആസ് എ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അമോണിയ ഉണ്ടാകുന്നു. ആ അമോണിയ ബ്ലഡിലേക്ക് എത്തിച്ചേരുന്നു. ടിഷ്യൂ ഫ്ലൂയിഡ് വഴി സാധനങ്ങൾ ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്ന് തിരിച്ച് സെല്ലിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ അമോണിയ ബ്ലഡിൽ എത്തിച്ചേരുന്നു. ഈ ബ്ലഡ് എവിടെ എത്തുന്നു? ലിവറിലൂടെ കടന്നു പോകുന്ന സമയത്ത് ലിവറിൽ വെച്ച് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെ അതിനാവശ്യമായിട്ടുള്ള എൻസൈമും എല്ലാം കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് ലിവറിൽ വെച്ച് കൺവേർട്ട് ചെയ്യുന്നു. ഈ യൂറിയ വീണ്ടും ബ്ലഡിൽ തന്നെ കലരുന്നു. ബ്ലഡിലൂടെ അത് എവിടെ എത്തുന്നു? നമ്മുടെ കിഡ്നിയിലെത്തുന്നു. കിഡ്നിയിൽ വെച്ച് അതിൻ്റെ ഫർദർ ഫിൽട്രേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം കിഡ്നിയിൽ നിന്ന് എന്ത് വരുന്നു? യൂറിൻ പുറത്തേക്ക് വരുന്നു. ഓക്കെ, അത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, യൂറിനറി സിസ്റ്റത്തിലൂടെ അത് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക് സിന്തസിസ് ഓഫ് യൂറിയ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ബോഡിയിൽ നടക്കുന്നത്. ഇനി അതിനെക്കുറിച്ചിട്ടുള്ള അപ്പോൾ ഈ ഇലുസ്ട്രേഷൻസ്, ഈ ഭാഗത്ത് വരുന്ന എല്ലാ പിക്ചേഴ്സും, ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ പിക്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ കിഡ്നിയുടെ ഭാഗത്ത് വരുന്ന പിക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇലുസ്ട്രേഷൻ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്. നമുക്കതിൻ്റെ ബേസിലൊരു നോട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് അമോണിയ. ഓക്കെ, The formation of ammonia in the cell occurs mainly through protein metabolism. പ്രോട്ടീൻ മെറ്റബോളിസത്തിലൂടെയാണ് സെല്ലുകളിൽ അമോണിയ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ഓർഗൻ വേർ യൂറിയ ഈസ് സിന്തസൈസ്ഡ്. യൂറിയ എവിടെയാണ് ഉണ്ടാകുന്നത്? അത് ലിവറിലാണ്. ഓക്കെ, അത് കിഡ്നിയിലാണെന്ന് എഴുതരുത് കേട്ടോ. കിഡ്നിയിൽ യൂറിനാണ് ഉണ്ടാകുന്നത്. യൂറിയ എവിടെയാണ് ഫോം ചെയ്യുന്നത്? അത് ലിവറിലാണ്. അടുത്തത് എങ്ങനെയാണ് യൂറിയ സിന്തസിസ് ചെയ്യുന്നത്? സിന്തസിസ് ഓഫ് യൂറിയയാണ് അടുത്തത്. ആൻഡ് എലിമിനേഷൻ എങ്ങനെയാണെന്ന് 2 പോയിൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഒരുമിച്ച് നോക്കാം. നോക്കൂ, സിന്തസിസ് ഓഫ് യൂറിയ. അമോണിയ വിച്ച് എൻറ്റേഴ്സ് ദ ലിവർ ത്രൂ ദ ബ്ലഡ് ഈസ് ആക്ടിവേറ്റഡ് ബൈ സർട്ടൈൻ എൻസൈം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ് ഇറ്റ് കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ടു ഫോം യൂറിയ. അപ്പോൾ അമോണിയ ലിവറിലെത്തുന്നു. ലിവറിൽ വെച്ചിട്ട് എൻസൈംസിൻ്റെ ഹെൽപ്പോടുകൂടി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ട് യൂറിയ ആയിട്ട് മാറുന്നു. ദെൻ ഇനി അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു? ഫ്രം ദ ലിവർ യൂറിയ റീച്ചസ് ദ കിഡ്നി ത്രൂ ബ്ലഡ് ആൻഡ് അത് യൂറിനായിട്ട് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് അതിൻ്റെ പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതിന് മുമ്പ് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കാം. കിഡ്നി പ്ലേ എ മേജർ റോൾ ഇൻ ദ എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ വിച്ച് കണ്ടെയ്ൻസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് യൂറിയ. അപ്പോൾ യൂറിനാക്കി മാറ്റുന്നത്, യൂറിൻ പുറത്തേക്ക് പോകുന്നതിൽ കിഡ്നിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. പിന്നെ ഇത് കൂടാതെ മറ്റേതെല്ലാം എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്? അപ്പോൾ കിഡ്നി എന്താണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? കിഡ്നി എക്സ്ക്രീറ്റ്സ് വാട്ടർ ആൻഡ് സാൾട്ട്സ് ത്രൂ യൂറിൻ. യൂറിനിലൂടെ വാട്ടറും അതേപോലെ എക്സസ് വാട്ടറും അതേപോലെ സോൾട്ടുകളും നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ലിവർ ആണെങ്കിലോ, ലിവർ യൂറിയ സിന്തസൈസ് ചെയ്യുന്നു. സോ ലിവർ ഈസ് ഓൾസോ ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇനി അടുത്തൊരു എക്സ്ക്രീറ്ററി ഓർഗൻ ഈ സ്കിന്ന്. സ്കിന്നിലൂടെ എന്താ ഉണ്ടാകുന്നത്? വാട്ടർ ആൻഡ് സോൾട്ട് ആർ എക്സ്ക്രീറ്റഡ് ത്രൂ സ്വെറ്റ്. സ്കിന്നിലുണ്ടാകുന്നത് വിയർപ്പാണ്, സ്വെറ്റാണ് അല്ലേ. ഈ സ്വെറ്റിലൂടെയും വാട്ടറും സോൾട്ടുമാണ്, അതായത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ അടിഞ്ഞുകൂടിയിട്ട് അതാണ് സ്വെറ്റിലൂടെ പുറത്തേക്ക് പോകുന്നത്. ലങ്സിലൂടെ ആണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എക്സ്ഹെയിൽഡ് ത്രൂ ദ എക്സ്ഹെയിൽഡ് എയർ. കാർബൺ ഡൈ ഓക്സൈഡും ഒരു ചെറിയ അളവ് വാട്ടറും നമ്മൾ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ കിഡ്നിയുടെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനിങ്ങും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പിക്ചറാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ
കിഡ്നിയും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പെയർ ഓഫ് കിഡ്നീസ് ആണ് ഉള്ളത്. ആൻഡ് നോക്കൂ, ഇതിൽ റീനൽ ആർട്ടറിയും അതേപോലെ റീനൽ വെയിനും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റീനൽ ആർട്ടറി, ദാറ്റ് ഇസ് ദ റെഡ് കളർ വൺ, അതിലൂടെയാണ് ബ്ലഡ് കിഡ്നിയിലേക്ക് കയറുന്നത്. ഇപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കൂ, ഈ റൈറ്റ് സൈഡിൽ കൊടുത്ത പിക്ചറിൽ കാണാം. റീനൽ ആർട്ടറിയിലൂടെയാണ് കിഡ്നിയിലേക്ക് ബ്ലഡ് എൻട്രി ചെയ്യുന്നത്. തിരിച്ചു വരുന്നത്, കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് വരുന്നത് റീനൽ വെയിനിലൂടെയാണ്, അത് ബ്ലൂ കളർ വൺ. ഓക്കെ, അപ്പോൾ അത് തിരിഞ്ഞു പോകാതെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. റീനൽ ആർട്ടറിയിലൂടെ ബ്ലഡ് കിഡ്നിയിലേക്ക് കയറുന്നു, തിരിച്ചു വരുന്നത് റീനൽ വെയിനിലൂടെയാണ്. ദെൻ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ കിഡ്നിയിൽ നിന്നും ഈ യൂറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചൊരു വൈഡായിട്ടുള്ള വീതിയുള്ള ഭാഗമുണ്ട് ഇവിടെ, കണ്ടോ? ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? പെൽവിസ് എന്ന് പറയുന്നത്. ദെൻ പെൽവിസിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് യൂറേറ്റർ എന്ന് പറയുന്നത്. യൂറേറ്റർ എവിടെ എത്തിച്ചേരുന്നു? യൂറിനറി ബ്ലാഡറിൽ. ഇവിടെയാണ് യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ യൂറേത്രയിലൂടെ അത് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെയാണ്. ഇനി കിഡ്നിയുടെ ഒരു ഹാഫ് സ്ട്രക്ചറാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ താഴെയുള്ള ഭാഗത്ത് കിഡ്നീനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലുള്ള പിക്ചർ നോക്കാം. കിഡ്നി ആൻഡ് റിലേറ്റഡ് പാർട്സ്. Human beings have a pair of kidneys. They are bean shaped and are located in the abdominal cavity on either sides of the vertebral column. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് എന്താണ്? ഒരു പെയർ ഓഫ് കിഡ്നീസ് ആണുള്ളത്. ദേ ആർ ബീൻ ഷേപ്പ്ഡ്, ഒരു പയർ വിത്തിൻ്റെ ഷേപ്പിലാണ് അതുള്ളത്. ആൻഡ് അത് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ വെർട്ടിബ്രൽ കോളത്തിന്, നമ്മുടെ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഈ കിഡ്നികൾ ഉള്ളത്. കിഡ്നീസ് കണ്ടെയ്ൻ അൾട്രാ ഫിൽറ്റേഴ്സ് വിച്ച് ഫിൽറ്റർ വേസ്റ്റ് ഫ്രം ദ ബ്ലഡ്. കിഡ്നീസിൽ എന്തടങ്ങിയിരിക്കുന്നു? ഫിൽറ്ററുകൾ, അരിപ്പകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അത് നമ്മുടെ ബ്ലഡിലെ വേസ്റ്റുകളെ അരിച്ചു മാറ്റുന്നു. ദീസ് ആർ കോൾഡ് നെഫ്രോൺസ്. ഈ അരിപ്പകളെ പറയുന്ന പേരാണ് നെഫ്രോൺസ് എന്ന്. സോ നെഫ്രോൺസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നീസ്. ഓക്കെ, അറൌണ്ട് 12 lakh നെഫ്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് കിഡ്നി. ഓക്കെ, അപ്പോൾ കിഡ്നിയുടെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ. പെയർ ഓഫ് കിഡ്നീസ് ആണ് അതിൻ്റെ പൊസിഷൻ. പിന്നെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? അത് നെഫ്രോൺസ് ആണ്. ഓരോ കിഡ്നിയിലും ഏകദേശം 12 ലക്ഷത്തോളം നെഫ്രോൺസ് ഉണ്ട്. ഇനി നോക്കൂ, നെഫ്രോൺസിനെ നോക്കൂ. അപ്പോൾ നമ്മുടെ വൃക്കയുടെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പുറമേയുള്ള ഭാഗത്തിനെയാണ്, അതിൻ്റെ ഔട്ടർ ഭാഗത്തിനെ കോർട്ടെക്സ് എന്നും ഇന്നർ ഭാഗത്തിനെ മെഡുല്ല എന്നും പറയുന്നു. ഈ മെഡുല്ലയിലും കോർട്ടെക്സിലുമായിട്ടാണ് ഈ നെഫ്രോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇതിനെയാണ് നമ്മൾ നെഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ടാണ്, മെഡുല്ല ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ടാണ്. ഈ രണ്ട് ഭാഗത്തുമായിട്ടാണ് ഈ നെഫ്രോണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് നെഫ്രോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ. ഓക്കെ, നോക്കൂ. ഇനി ഇവിടെ നടക്കുന്ന പ്രക്രിയകൾ എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം. നോക്കൂ, ഇതാണ് അപ്പോൾ നെഫ്രോൺ എന്ന് പറയുന്നത്. ഈ നെഫ്രോണിലേക്ക് റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് വന്നിട്ട് ജോയിൻ ചെയ്യുന്നു. എങ്ങോട്ടാണ് ജോയിൻ ചെയ്യുന്നത്? ഇവിടെ നമുക്കൊരു റൗണ്ടിലൊരു സ്ട്രക്ചർ കാണാം. ഇറ്റ് ഈസ് കോൾഡ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂൾ ആ റൗണ്ടാണ് ഇവിടെ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? വീണ്ടും ചെറിയ 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 ബ്രാഞ്ചുകളായിട്ട് തിരിയുന്നു. അവിടെ വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഈ ഫിൽട്രേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കൂടി എങ്ങോട്ട് കയറുന്നു? ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ പുറത്തെ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള ബ്ലഡ്, അതായത് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് തിരിച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ റീനൽ ആർട്ടറിയുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വെസലിനെ അഫറൻറ്റ് വെസൽ എന്നും, ഓക്കെ, ഉള്ളിലേക്ക് കയറുന്ന വെസലിനെ അഫറൻറ്റ് വെസൽ എന്നും, കണ്ടോ, അഫറൻറ്റ് വെസൽ, ഉള്ളിലേക്ക് പോകുന്നതിനെ അഫറൻറ്റ് വെസൽ എന്നും പുറത്തേക്ക് വരുന്നതിനെ എഫറൻറ്റ് വെസൽ എന്നും പറയുന്നു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇതെല്ലാം.
ഇനി ഈ എഫറൻറ്റ് വെസൽസ് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അതെന്താണ് വളരെ ഒരുപാട് ബ്രാഞ്ചുകളായിട്ടുള്ള ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറുകയാണ്. കണക്റ്റഡ് ആയിട്ടുള്ള എഫറൻറ്റ് വെസലിൻ്റെ ബ്രാഞ്ചുകൾക്കിടയിലായിട്ട് നോക്കൂ, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് വന്ന ട്യൂബ് ഉണ്ടല്ലോ, ആ ട്യൂബ് ഇങ്ങനെ മിക്സായിട്ട് അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് റീനൽ ട്യൂബ്യൂള്. ഈ റീനൽ ട്യൂബ്യൂള് വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു കളക്റ്റിംഗ് ഡക്റ്റുമായിട്ടാണ് പിന്നീട് അത് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എഫറൻറ്റ് വെസലും റീനൽ ട്യൂബ്യൂളും ഇവിടെ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ റീഅബ്സോർപ്ഷനാണ് നടക്കുന്നത്. അതായത് ഇവിടെ ഫിൽട്രേഷൻ നടന്നിട്ട് ഫിൽറ്റർ ചെയ്ത ആ ഗ്ലോമറുലാർ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ താഴെ നമുക്ക് കിട്ടുന്ന ആ ഒരു വെള്ളം അടങ്ങിയിട്ടുള്ള മിക്സ് അടങ്ങിയിട്ടുള്ള ആ പാർട്ടാണ് ഈ ട്യൂബിലൂടെ പോകുന്നത്. ഇത് മുഴുവൻ എന്തായിട്ട് മാറുന്നില്ല, യൂറിനായിട്ട് മാറുന്നില്ല. പകരം അതിൽ നിന്ന് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളെ തിരിച്ചെന്ത് ചെയ്യുന്നു, ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു. ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടുപടഞ്ഞ ഒരു സ്ട്രക്ചർ ഇവിടെയുള്ളത്. ഈ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞ ബ്ലഡാണ് പിന്നീട് റീനൽ വെയിനിലൂടെ വരികയും കിഡ്നിയിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള വേസ്റ്റാണ്, വാട്ടറിൽ മിക്സ് ആയിട്ടുള്ള വേസ്റ്റാണ് ഈ കളക്റ്റിംഗ് ഡക്റ്റിലൂടെ പിന്നീട് പെൽവിസിലേക്കും അവിടെ നിന്ന് യുറേറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്കും പോകുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നെഫ്രോണിൽ നടക്കുന്ന ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് പഠിക്കാം. അത് താഴത്തെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഒരു ടേബിള് ഫില്ല് ചെയ്യാനുണ്ട്. സോ അത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫങ്ഷനെ ആ പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഏതാണ് പാർട്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇത് 2 എണ്ണം. ഏത് ബ്ലഡ് വെസലാണ് ബ്ലഡിനെ കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് ആൻഡ് കിഡ്നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് ഏതാണ്. ഇപ്പോൾ കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് ഏതാണ്, റീനൽ ആർട്ടറി. ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദ കിഡ്നീസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഏതാണ്, റീനൽ വെയിൻ. അത് മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കണം. അൾട്രാ ഫിൽറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ കിഡ്നീസിലുള്ള അൾട്രാ ഫിൽറ്റേഴ്സിനെ എന്ത് പറയുന്നു, നെഫ്രോൺസ് എന്ന് പറയുന്നു. ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ പ്രസൻറ്റ് അറ്റ് വൺ എൻഡ് ഓഫ് ദ നെഫ്രോൺ. അറ്റത്ത് കപ്പ് ഷേപ്പ് സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്, അതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ദെൻ നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് പ്രസൻറ്റ് ഇൻ ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള മൈന്യൂട്ട് കാപ്പിലറീസിൻ്റെ ആ ഒരു നെറ്റ്വർക്കിനെ പറയുന്നതാണ് ഗ്ലോമറുലസ്. ഓക്കെ, ദെൻ ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദ കാപ്പിലറി നെറ്റ്വർക്ക്. ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ഏതാണ്, അത് അഫറൻറ്റ് വെസലാണ്. ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദ കാപ്പിലറി നെറ്റ്വർക്ക്, അതിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എഫറൻറ്റ് വെസലാണ്. അപ്പോൾ ഒരു ലെറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അത് നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ ദ ലോങ് ട്യൂബ് വിച്ച് കണക്ട്സ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദ കളക്റ്റിംഗ് ഡക്കിനെയും ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിലുള്ള ആ ഒരു പോർഷനെ പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് റീനൽ ട്യൂബ്യൂൾ അല്ലേ. ഓക്കെ, ദെൻ the part where renal tubules enter collects urine and carries it to the pelvis. അപ്പോൾ അത് ഏത് ഭാഗമാണ്, റീനൽ ട്യൂബ്യൂൾസ് യൂറിൻ കൊടുക്കുന്നത് ഏതിലേക്കാണ്, അത് കളക്റ്റിംഗ് ഡക്കിലേക്കാണ്. ദെൻ ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് യുറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് പെൽവിസ്. പിന്നെ പാർട്ട് ദാറ്റ് ക്യാരി യൂറിൻ ടു ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിലേക്ക് കൊണ്ടുപോകുന്നത് ഏതിലൂടെയാണ്, അത് യുറേറ്ററിലൂടെയാണ്. ഓക്കെ, സോ ആ പോർഷൻ ക്ലിയർ അല്ലേ. സോ ഇനി എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. സോ അതിന് മെയിനായിട്ട് നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഓക്കെ, സോ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് ഏത് ഭാഗത്താണ്, അത് ബൊമാൻസ് ക്യാപ്സ്യൂളിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഫിൽട്രേഷനാണ്, അരിച്ചു മാറ്റുക, അതായത് വേസ്റ്റിനെയൊക്കെ അരിച്ചു മാറ്റി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അൾട്രാ ഫിൽട്രേഷനിൽ നടക്കുന്നത്. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഗ്ലോമറുലസ്, അൾട്രാ ഫിൽട്രേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഇറ്റ്സ് സ്മോൾ പോസ്
As a result of this, a fluid called glomerular filtrate is formed. The high pressure developed in the glomerulus due to the difference in the diameter of afferent and efferent vessel helps in this process. അപ്പോൾ നോക്കൂ, അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളിലാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിലുള്ള ഈ ചെറിയ തിന്നായിട്ടുള്ള കാപ്പിലറീസിനെ പറയുന്ന പേരാണ് ഗ്ലോമറുലസ്, അതിൻ്റെ ഒരു നെറ്റ്വർക്കിന്. അപ്പോൾ അഫറൻറ്റ് വെസലിലൂടെ ആണ് ബ്ലഡ് എങ്ങോട്ട് കയറുന്നത്? ഈ ഗ്ലോമറുലസിലേക്ക് എൻ്റർ ആകുന്നത്. ഇനി ഈ അഫറൻറ്റ് വെസലും എഫറൻറ്റ് വെസലും നോക്കുമ്പോൾ അഫറൻറ്റ് വെസലിന് കുറച്ച് വലിപ്പം കൂടുതലും എഫറൻറ്റ് വെസലിന് വലിപ്പം കുറവുമാണ്. അപ്പോൾ വലിപ്പം കൂടുതലുള്ള ഒരു പൈപ്പിലൂടെ വെള്ളം വന്നിട്ട് അതിന് പെട്ടെന്ന് വലിപ്പം കുറഞ്ഞ പൈപ്പിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവില്ലേ? അപ്പോൾ കുറച്ച് നേരം ആ വെള്ളം അവിടെ തങ്ങി നിൽക്കേണ്ടി വരും, കാരണം ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, കുറച്ച് നേരം ബ്ലഡ് ഈ ഗ്ലോമറുലസിൽ ഈ കാപ്പിലറീസിൽ ഇങ്ങനെ തങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും, കാരണം ആ ഒരു സൈസിൻ്റെ വ്യത്യാസം ഉള്ളത് കാരണം. അപ്പം അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും. അങ്ങനെ ആ പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് ഈ ബ്ലഡിലുള്ള ഒരു ഭാഗം, കുറേ ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ ഒരു വോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിലേക്ക് ഈ ഒരു ഭാഗം വെള്ളവും അതിൽ മിക്സ് ആയിട്ടുള്ള കുറേ മോളിക്യൂൾസും ചേർന്നിട്ട് അത് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ ഒരു ട്യൂബിലേക്ക് വരുന്നു. ഈ ട്യൂബാണ് പിന്നീട് ഇതിനെ വഹിച്ചുകൊണ്ട് റീനൽ ട്യൂബ്യൂളായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് വരുന്ന ഈ ഫിൽട്ടർ ചെയ്ത് ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ്, വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ഇതൊക്കെ എന്തിലടങ്ങിയിട്ടുണ്ട്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് ഈ റീനൽ ട്യൂബ്യൂളിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അൾട്രാ ഫിൽട്രേഷനിൽ നടക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. ആൻഡ് റീനൽ ട്യൂബ്യൂളിലൂടെ മൂവ് ചെയ്ത് പോകുന്നതിനൊപ്പം ഇതുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനുമായിട്ട് കെട്ടുപിണഞ്ഞിട്ട് ഏത് വെസൽ കിടക്കുന്നുണ്ട്? എഫറൻറ്റ് വെസലും ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ചുറ്റുപിണഞ്ഞ് കിടക്കുന്ന ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നു? റീഅബ്സോർപ്ഷൻ നടക്കുന്നു. അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള ചില ഭാഗങ്ങൾ, അതായത് കുറച്ച് ആവശ്യമുള്ള ഭാഗങ്ങൾ തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെ റീഅബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് റീനൽ ട്യൂബ്യൂളിൽ നിന്നും എങ്ങോട്ട് പോകുന്നത്? കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോകുന്ന ഭാഗമാണ് പിന്നീട് പെൽവിസിലെത്തുന്നതും. ആ ഭാഗത്തിനെയാണ്, അതല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ യൂറിൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂറിനിൽ ഉള്ള കമ്പോണൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? വാട്ടർ, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം സാൾട്ട്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, അതെല്ലാം. അപ്പോൾ ഇവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എന്തിലില്ല? യൂറിനിൽ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അതിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള വേസ്റ്റ് മാത്രമാണ് യൂറിനിൽ ഉള്ളത്. അതെന്ത് ചെയ്യുന്നു? അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ്, സെക്രീഷൻ. The excess components that are retained in blood are secreted into the renal tubules. ഇനി അടുത്ത് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാം. അതിൻ്റെ ഹിൻസ് താഴെ തന്നെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് അയോട്ടയാണ്. അയോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതായത് ബ്ലഡ് കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അപ്പോൾ അയോട്ടയിൽ നിന്ന് വരുന്ന ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി അല്ലേ? അപ്പോൾ റീനൽ ആർട്ടറി. അത് കഴിഞ്ഞിട്ട് പിന്നെ അൾട്രാ ഫിൽട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ ഇത് വരുന്നു, ഗ്ലോമറുലസ് വരുന്നു. എന്നിട്ട് ഫിൽട്രേഷൻ കഴിഞ്ഞുണ്ടാകുന്ന ആ ഫിൽട്രേറ്റിനെ നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നു. പിന്നെ അടുത്തത് റീനൽ ട്യൂബ്യൂള്. അവിടെ വെച്ചിട്ട് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നു? റീഅബ്സോർപ്ഷനും അതുപോലെ സെക്രീഷനും സ്റ്റാർട്ട് ചെയ്യുന്നു. റീനൽ ട്യൂബ്യൂളിൽ നിന്ന് കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് വരുന്നതാണ് യൂറിൻ പെൽവിസിലേക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് യൂറിനറി ബ്ലാഡർ, ദെൻ യൂറിനറി ബ്ലാഡറിൽ നിന്ന് യുറേത്ര വഴി എന്ത് ചെയ്യും? പുറത്തേക്ക്
പോകുന്നു ഔട്ട്സൈഡ്. ഓക്കെ, സോ അതങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വൈ ആൾ കമ്പോണൻസ് ഇൻ ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ യൂറിൻ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ, അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ആ ഫിൽട്രേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ സാധനത്തിനെയാണ് എന്ത് പറയുക, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുക. അതാണ് പിന്നീട് യൂറിനായിട്ട് മാറുന്നത്. പക്ഷേ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള എല്ലാ സാധനങ്ങളും യൂറിനായിട്ട് മാറുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ഏതൊക്കെ കമ്പോണൻസ് ആണ് അങ്ങനെ ഇല്ലാതെ വരുന്നത് എന്നും അതിൽ ചോദിക്കുന്നുണ്ട്. സോ നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് തന്നെ നോക്കാം. നോക്കൂ, നോട്ട് ഓൾ കമ്പോണൻസ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആർ പ്രസൻറ്റ് ഇൻ യൂറിൻ ബിക്കോസ് ദ കിഡ്നീസ് സെലക്റ്റീവ്ലി റീഅബ്സോർബ് എസെൻഷ്യൽ സബ്സ്റ്റൻസസ് ആൻഡ് സെക്രീറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആസ് ദ ഫിൽട്രേറ്റ് പാസസ് ത്രൂ ദ റീനൽ ട്യൂബ്യൂൾസ്. കിഡ്നിയിൽ എന്ത് ചെയ്യുന്നു, സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ കമ്പോണൻസ് ആണ് റീഅബ്സോർബ് ആക്കുന്നത്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ആൻഡ് മോസ്റ്റ് വാട്ടർ ആൻഡ് അയോൺസ് ആർ റീഅബ്സോർബ്ഡ് ബാക്ക് ഇൻ ടു ദ ബ്ലഡ്. ഇനി വേസ്റ്റ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള എക്സസ് അയോൺസും അതുപോലെ ഒരു സ്മോളർ എമൗണ്ട് ഓഫ് വാട്ടറും മാത്രമാണ് എന്തിലേക്ക് പോകുന്നത്, യൂറിനായിട്ട് പോകുന്നത്. അപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴികെ ബാക്കി ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ആവുന്നുണ്ട്. സോ ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ദെൻ യൂറിൻ്റെ ലാസ്റ്റ് ആ ഒരു സെക്ഷനും കൂടി അവിടെ പറയുന്നുണ്ട്. യൂറിൻ ഫ്രം ദ നെഫ്രോൺസ് റീച്ചസ് ദ പെൽവിസ് ത്രൂ ദ കളക്ടിംഗ് ഡക്റ്റ്. ഫ്രം ദർ ഇറ്റ് റീച്ചസ് ദ യൂറിനറി ബ്ലാഡർ, ദെൻ ത്രൂ ദ യൂറേറ്റർ, ദെൻ ഇറ്റ് ഗെറ്റ്സ് എക്സ്ക്രീറ്റഡ് ത്രൂ ദ യുറേത്ര. അപ്പോൾ എന്തൊക്കെയാണ്? പെൽവിസിൽ നിന്ന് യൂറേറ്ററിൽ നിന്ന് യൂറിനറി ബ്ലാഡർ, ദെൻ ഔട്ട്സൈഡ് ത്രൂ യുറേത്ര. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോർഷനാണ്. സോ അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ഹെൽത്ത് ഓഫ് കിഡ്നീസ് നോക്കാം. സെവറൽ ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് കിഡ്നീസ്. നമ്മളിനി കിഡ്നിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ വാഷിംഗ് ഔട്ട് ഓഫ് ഡിസീസ് കോസിങ് ജേംസ് ഫ്രം ദ യൂറിനറി ട്രാക്ട് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് മിക്ടൂറേഷൻ. മിക്ടൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന, മൂത്രം ഒഴിച്ച് അപ്പം നമ്മുടെ യൂറിൻ പുറത്തേക്ക് പോകുന്ന ആ പ്രോസസ്സിനെയാണ് മിക്ടൂറേഷൻ എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ ഈ ഒരു യൂറിനറി ട്രാക്റ്റിലുള്ള, അതായത് കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ, അങ്ങനെ ആ സ്ഥലങ്ങളിലെല്ലാമുള്ള ബാക്ടീരിയാസൊക്കെ പുറത്തേക്ക് പോകുന്നത്. ഡിസീസ് കോസിങ് ആയിട്ടുള്ള എല്ലാ ജേംസും പുറത്തേക്ക് പോകുന്നത് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്താണ്. ഇനി ഈ യൂറിനേഷൻ നമ്മൾ കുറേ സമയത്തേക്ക് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക? അവോയ്ഡിങ് യൂറിനേഷൻ ഫോർ എ ലോങ് ടൈം പ്രിവെൻറ്റ്സ് ദ എക്സ്പ്ലോഷൻ ഓഫ് ബാക്ടീരിയ ദാറ്റ് മേ ബി പ്രസൻറ്റ് ഇൻ ദ യൂറിനറി ട്രാക്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് യൂറിനേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മൾ യൂറിനേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസ് അത്രയും സമയം കൂടി നമ്മുടെ ബോഡിയിലിരിക്കുകയും അതിന് വളരാനും അതിനൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ കൂടുകയാണ്. ദിസ് മേ കോസ് ഇൻഫെക്ഷൻ ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ ആൻഡ് മേ ലെഡ് ടു സീരിയസ് കിഡ്നി ഡിസീസസ്. ഇത് നമ്മുടെ ഒരു യൂറിനറി ബ്ലാഡറിലും അതുപോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അതുവഴി കിഡ്നിക്ക് പോലും പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രിങ്കിങ് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് ടൈംലി യൂറിനേഷൻ ആൻഡ് നെസസറി ടു അവോയ്ഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എമൗണ്ട് വെള്ളം കുടിക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള എമൗണ്ട് വെള്ളം കുടിച്ചാൽ മാത്രമാണ് ഈ ഫിൽട്രേഷൻ നടക്കാനും അതിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാനും കൃത്യമായിട്ട് യൂറിനേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അളവിലുള്ള ബ്ലഡ് നമ്മുടെ അളവിലുള്ള വാട്ടർ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് യൂറിനേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും യൂറിനേറ്റ് ചെയ്യാതെ നമ്മൾ പിടിച്ചു വെക്കണ സമയത്ത്, ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടാവില്ല, രാവിലെ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ചിലപ്പോൾ നമ്മൾ യൂറിനേറ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വെള്ളം കുടിക്കാതിരിക്കുക, അതും എന്ത് തന്നെയാണ്, കിഡ്നീനെ അതേപോലെ ഇത്തരം യൂറിനറി ഇൻഫെക്ഷനൊക്കെ കാരണമാകുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈസ് ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് പോസിബിൾ ത്രൂ യൂറിൻ ടെസ്റ്റ്? യൂറിൻ ടെസ്റ്റിലൂടെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. ബ്ലഡ് ടെസ്റ്റ് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് യൂറിൻ ടെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് യൂറിൻ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ നോക്കൂ, യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള കമ്പോണൻസ് കാണുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിസീസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് യൂറിനിൽ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൽബുമിനാണ് ഉണ്ടെങ്കിൽ
കിഡ്നി ഡിസീസസ്, അതേപോലെ യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയാണെങ്കിലും കിഡ്നി ഡിസീസസ് ഉണ്ടാവാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ സിംറ്റംസ് ആവാം അത്. അതേപോലെ ബിലിറൂബിൻ ഉണ്ടെങ്കിൽ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം ഉണ്ടാവുക. അതേപോലെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പസ് സെൽസ് അതാണെങ്കിൽ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ യൂറിനിൽ പസ് സെൽസിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പല സാധനങ്ങളുടെ പ്രസൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിനൊരു സാമ്പിൾ പോലെ ഇവിടെ ഒരു ഡിറ്റക്ഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം, അതിൽ നമ്മൾ ചേർക്കുന്നത് ബെനഡിക്റ്റ് റിയേജൻ്റ് ആണ് കേട്ടോ. ഒന്നിൽ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്നിൽ നമ്മൾ യൂറിൻ സാമ്പിൾ എടുക്കുക, അതേപോലെ ഒന്നിൽ ഏതെങ്കിലും ഗ്ലൂക്കോസ് സൊല്യൂഷൻ എടുക്കുക. അതിൽ 2 ml ബെനഡിക്റ്റ് റിയേജൻറ്റ് ചേർക്കുക. ദെൻ 2 മിനിറ്റ് ചൂടാക്കുക. അപ്പം കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കളർ ചേഞ്ച് കാണിക്കുന്നത് ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ഗ്ലൂക്കോസിൻ്റെ അളവാണ്. ബ്ലൂ ആണെങ്കിൽ 0%, ഗ്രീൻ ആണെങ്കിൽ ഇങ്ങനെ, യെല്ലോ ആണെങ്കിൽ നല്ല ബ്രൗൺ റെഡ് വരികയാണെങ്കിൽ മോർ ദാൻ 2% കാണിക്കാം. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമ്മുടെ എങ്ങനെയാണ് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് യൂറിനിൽ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ചില അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ. കിഡ്നിക്ക് വരാൻ സാധ്യതയുള്ള, നമ്മുടെ യൂറിനറി ഡക്റ്റിന് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, കിഡ്നി സ്റ്റോണ്, നെഫ്രൈറ്റിസ്, യുറീമിയ, ഇതൊക്കെ നമ്മുടെ കിഡ്നീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളിൽ പെടുന്നതാണ്. ഇനി അങ്ങനെ അഫക്റ്റ് ചെയ്ത കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് കിഡ്നിയുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റുകളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ഈ ഫിൽട്രേഷൻ കൃത്യമായ രീതിയിൽ നടക്കാതെ വരും. അപ്പോൾ നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യേണ്ടി വരും. ആ പ്രോസസ്സിനെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുക. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദ ബ്ലഡ് വിൽ ഗെറ്റ് ഇൻറ്ററപ്റ്റഡ് ഇഫ് ബോത്ത് കിഡ്നീസ് സ്റ്റോപ്പ് ഫങ്ഷനിങ്. അപ്പം നമ്മുടെ ബോഡിയിൽ ഒരു പെയർ ഓഫ് കിഡ്നീസ് ഉള്ളത് കൊണ്ട് ഒരു കിഡ്നി എന്തെങ്കിലും പ്രശ്നം വന്നാലും മറ്റേ കിഡ്നി ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് നടക്കും. പക്ഷേ 2 കിഡ്നിക്കും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിലെ ഈ ഒരു വേസ്റ്റ് റിമൂവൽ പ്രോസസ്സിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബ്ലഡിലുള്ള എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് മൊത്തമായിട്ട് പോവില്ല. അപ്പോൾ നമ്മുടെ ഒരു ഹോമിയോസ്റ്റാസിസിനെ, നമ്മുടെ ഹോൾ ബോഡിയിലുള്ള നമ്മുടെ ആ ഒരു പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്നു. ഹീമോഡയാലിസിസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് ആ ബ്ലഡ് അരിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ബ്ലഡ് വീണ്ടും ബോഡിയിലേക്ക് തിരിച്ച് കയറ്റുക. അതാണ് ആക്ച്വലി ഹീമോഡയാലിസിസിൽ നടക്കുന്നത്. സ്റ്റെപ്പുകൾ നോക്കൂ. ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ടു ദ ഡയലൈസിങ് യൂണിറ്റ് ആഫ്റ്റർ ആഡിങ് ഹെപ്പാരിൻ ടു പ്രിവെൻറ്റ് കൊയാഗുലേഷൻ. ഓക്കെ, അപ്പോൾ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്നു. ഇതിന് ശേഷം ഡയാലിസിസ് യൂണിറ്റിലേക്ക് നമ്മുടെ ബ്ലഡ് പാസ് ചെയ്യുന്നു. ഇനി നോക്കൂ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? When blood flows through the dialyzing unit, the waste material present in the blood diffuses into the dialyzing fluid. This fluid is removed in due course. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ബ്ലഡ് ഇങ്ങനെ പോകുന്നു, അത് ഡയലൈസിങ് യൂണിറ്റിലേക്ക് കയറുന്നു, അവിടെ വെച്ചിട്ട് ഫിൽട്രേഷൻ നടക്കുന്നു. ഇനി ഡയലൈസിങ് ഫ്ലൂയിഡ് ഇങ്ങനെ കയറുന്നുണ്ട്. യൂസ് ചെയ്ത അതായത് ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് ഈ ഒരു ഫ്ലൂയിഡ് ഡയലൈസിങ് ഫ്ലൂയിഡിലേക്കാണ് അരിച്ച് മാറ്റുന്നത്. ഓക്കെ, ആ ഫ്ലൂയിഡ് മാറ്റിക്കൊണ്ടിരിക്കും, പുതിയ ഫ്ലൂയിഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബ്ലഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നുള്ള വേസ്റ്റ് ആ ഡയലൈസിങ് ഫ്ലൂയിഡിലേക്ക് മാറും. എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. ഓക്കെ, ദെൻ അതിനെ കട്ട പിടിക്കാനുള്ള ആ കപ്പാസിറ്റി ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കയറ്റുമ്പോൾ ബ്ലഡിന് കട്ട പിടിക്കാനുള്ള കപ്പാസിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇതാണ് ഹീമോഡയാലിസിസിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇനി അവിടെ കൊടുത്തിരിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. വൈ ഈസ് ദ ഡയലൈസിങ് ഫ്ലൂയിഡ് റിമൂവ്ഡ് ഫ്രം ദ ഡയാലിസിസ് യൂണിറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം? എന്തിനാണ് ഡയലൈസിങ് ഫ്ലൂയിഡ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ മാറ്റിയിട്ട് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതേപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെൻ ഈസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ റിക്വയർഡ്? എപ്പോഴാണ് കിഡ്നി മാറ്റിവെക്കൽ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻ എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഫസ്റ്റിൻ്റെ ആൻസർ നോക്കൂ. ഡ്യൂറിങ് ഡയാലിസിസ് ഫ്രഷ് ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റൻ്റ്ലി സപ്ലൈഡ് വൈൽ യൂസ്ഡ് ഫ്ലൂയിഡ് വിച്ച് ഈസ് നൗ ഫുൾ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഇസ് റിമൂവ്ഡ് ആൻഡ് ഡിസ്കാർഡഡ്. അപ്പോൾ ഇങ്ങനെ പുതിയത് വരുന്ന എന്തുകൊണ്ടാണ്? പഴയതിൽ ഈ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് ആയിരിക്കും മിക്സ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയത് വരികയാണെങ്കിലാണ് നന്നായിട്ട് ഫിൽട്രേഷൻ നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും മാറ്റുകയും പുതിയത് വരികയും ചെയ്യുന്നത്. അതേപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എപ്പോഴൊക്കെയാണ് ആവശ്യമായിട്ട് വരിക എന്ന് കൊടുത്തിട്ടുണ്ട്. വെൻ എ പേഴ്സൺ ഹാസ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് മീനിങ് ദ കിഡ്നീസ് ഹാവ് ഫെയിൽഡ് ആൻഡ് ക്യാൻ നോ ലോങ്ങർ ഫിൽറ്റർ വേസ്റ്റ് ഫ്രം ദ ബ്ലഡ്. ഏതെങ്കിലും ഒരു ഡിസീസ്, കിഡ്നി ഡിസീസ് അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജിലെത്തിയിട്ട്, അതായത് കിഡ്നി ഇനി പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തി കഴിയുമ്പോഴാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക. അതേപോലെ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറോ ഒക്കെ കാരണം കിഡ്നി ഫെയിലിയർ ആയിട്ട് കേടുവന്ന് പോവുക. പിന്നെ ജെനറ്റിക് ഡിസോർഡർ, അതേപോലെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, അതിനൊക്കെ കാരണം കൊണ്ട് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സമയത്തുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന മെയിൻ പോയിന്റുകളാണ് ഇതിൽ പറയുന്നത്. ആദ്യം തന്നെ എന്താ ആവശ്യമുണ്ട്? ഒരു ഡോണറിന് ആവശ്യമുണ്ട് അല്ലേ? എ ഹെൽത്തി പേഴ്സൺ ഹൂ ഡൈഡ് ഇൻ ആക്സിഡൻറ്റ് ഓർ എനി അതർ മീൻസ്. അപ്പോൾ നമ്മൾ ഡോണറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ, അതായത് നമുക്കൊരു പെയർ ഓഫ് കിഡ്നി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കിഡ്നി എന്ത് ചെയ്യാൻ പറ്റും? ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമുക്ക് ഒരു കിഡ്നി നമ്മുടെ ബോഡിക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അത് കിഡ്നി ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതിന് അപ്പോൾ ആർക്കും സ്വീകരിക്കാമെന്നല്ല, അത് മാച്ചിങ് ആയിരിക്കണം. എന്തൊക്കെ മാച്ചിങ് ആയിരിക്കണം? ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയിരിക്കണം, ടിഷ്യൂ മാച്ചിങ് ആവണം, ക്രോസ് മാച്ചിങ്, എല്ലാ രീതിയിലും മാച്ചിങ് ആണെങ്കിൽ മാത്രമാണ് ഒരാളുടെ കിഡ്നി വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ ആൻഡ് യുറേറ്റർ ഓഫ് ദ കിഡ്നി ടേക്കൺ ഫ്രം ദ ഡോണർ ഈസ് കണക്റ്റഡ് വിത്ത് ദ റെസിപ്പിയൻസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഡോണറുടെ ബോഡിയിൽ നിന്ന് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ യുറേറ്ററിൻ്റെ ഇവിടെയാണ് അത് ജോയിൻ ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള കിഡ്നിയുടെ അവിടെയല്ല, എക്സ്ട്രാ താഴെയായിട്ടാണ് അതിനെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ് സർജറിക്ക് ശേഷം മെഡിസിൻസ്, ഇമ്മ്യൂണിറ്റീനെ സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് എടുക്കേണ്ടി വരും. അതായത് നമ്മുടെ ബോഡിയിലേക്ക് എന്തൊരു ഫോറിൻ സാധനം വന്ന് നമ്മുടെ ബോഡിയിൽ ജോയിൻ ചെയ്താലും നമ്മുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യാൻ, അതിനെ വേണ്ടാന്ന് വെച്ചിട്ട് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള മൊത്തം ഇമ്മ്യൂണിറ്റി പവറും അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവറിനെ സപ്രസ് ചെയ്യാനുള്ള, ഇമ്മ്യൂണിറ്റി പവറിനെ കുറയ്ക്കാനുള്ള മരുന്നാണ് സ്വീകരിച്ച ആൾ കഴിക്കുക. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് ആ കിഡ്നീനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ മരുന്ന് നിർത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഹ്യൂമൻസിൻ്റെ എക്സ്ക്രീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മറ്റു ചില ഓർഗാനിസംസിലുള്ള എക്സ്ക്രീഷൻ, അതേപോലെ പ്ലാന്റ്സിലുള്ള എക്സ്ക്രീഷനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂറിയനെ കുറിച്ചോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചോ ഒക്കെ പറയുന്നുണ്ട് അല്ലേ? അതേപോലെ വേറെ ഓർഗാനിസംസിൽ എല്ലാത്തിലും ഈ യൂറിയ ആയിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു യൂറിനായിട്ടൊന്നും അല്ല വേസ്റ്റ് പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അപ്പോൾ അത് ഓരോന്നിലും വ്യത്യസ്തമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. സോ ഇവിടെ അമീബയിൽ അമോണിയയാണ് മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. ആൻഡ് അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ആണ്. എർത്ത് വേമിലാണെങ്കിൽ അതിൻ്റെ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയയാണ്. ആൻഡ് എർത്ത് വേമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് നെഫ്രിഡിയ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇൻസെക്ട്സിൻ്റെ ആണെങ്കിൽ പ്രോഡക്റ്റ് യൂറിക് ആസിഡാണ്. ആൻഡ് അതിൻ്റെ ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. പിന്നെ ഫിഷിലാണെങ്കിൽ അമോണിയയാണ്. അവിടെ എക്സ്ക്രീറ്ററി ഓർഗൻ വരുന്നത് കിഡ്നീസ് തന്നെയാണ്.
ഫ്രോഗിന് യൂറിയാണ്, കിഡ്നീസാണ്. റെപ്റ്റൈൽസിന് യൂറിക് ആസിഡാണ്, അവിടെയും കിഡ്നീസ് ഉണ്ട്. ബേർഡ്സിനും കിഡ്നീസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് യൂറിക് ആസിഡ് തന്നെയാണ്. അപ്പോൾ കിഡ്നിയിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്? കുറച്ചും കൂടി വലിയ ഓർഗാനിസംസ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനാണ് കിഡ്നീസ് പോലെയുള്ളത്. അതിലും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് അമീബയ്ക്കോ എർത്തേമിനോ അല്ലെങ്കിൽ ഇൻസെക്റ്റ് പോലെയുള്ള കുറച്ചും കൂടി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനുള്ളത്. ഇനി നമുക്ക് പ്ലാന്റ്സിൻ്റെ കേസ് ഒന്ന് നോക്കാം. അനിമൽസ് ഹാവ് എക്സ്റ്റെൻസീവ് സിസ്റ്റം ഫോർ എക്സ്ക്രീഷൻ ബട്ട് പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് സ്പെഷ്യൽ എക്സ്ക്രീറ്ററി സിസ്റ്റംസ് ലൈക്ക് അനിമൽസ്. അപ്പോൾ അനിമൽസിനെ പോലെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം ഒന്നും പ്ലാന്റ്സിലില്ല. പകരം ചില മെത്തേഡുകൾ അതിനുണ്ട്. അതായത് സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽസ്, പിന്നെ ഹൈഡത്തോട്സ്, പിന്നെ റെസിൻസ്, ബാർക്ക്, ഡ്രോപ്പിംഗ് ഓഫ് മെച്ചൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഫോർമേഷൻ ഓഫ് ഹേർട്ട് വുഡ്, ഇതൊക്കെ എന്താണ്? അവരുടെ ഒരു മെത്തേഡ് ഓഫ് എക്സ്ക്രീഷൻ ആണ്. സ്റ്റൊമാറ്റയിലൂടെയും ലെൻറ്റിസെൽസിലൂടെയും എന്തൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ഇതൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്. സ്റ്റൊമാറ്റാസ് എവിടെ കാണപ്പെടുന്നു? ലീവ്സിൽ, ലെൻറ്റിസെൽസും അതുപോലെ തണ്ടിൽ കാണപ്പെടുന്നു. പിന്നെ ഹൈഡത്തോട്സ് എന്ന് പറഞ്ഞാൽ ഈ ഇലയുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്ന് നിൽക്കുന്ന ആ ഒരു പ്രോസസ്സിന്, ചെറിയ പോസിലൂടെ വെള്ളത്തുള്ളികൾ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന, രാവിലെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും അല്ലേ? ഇലയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളി വന്ന് നിൽക്കണ കാണാം. അതിനെയാണ് ഹൈഡത്തോട്സ് എന്ന് പറയാം. അതിലൂടെ പുറത്തേക്ക് പോകുന്നത് വാട്ടറും സോൾട്ടുമാണ്. പിന്നെ റെസിൻസ്, അതായത് ഈ ചില മരങ്ങളിൽ നിന്നൊക്കെ പശ പോലെ പുറത്തേക്ക് വരുന്ന കാണാം. അതിനെയാണ് റെസിൻ എന്ന് പറയുന്നത്. അതുപോലെ ഉണങ്ങിയ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകില്ലേ, അതൊക്കെ ആക്ച്വലി ഡെഡ് ആയിട്ടുള്ള സെല്ലുകളെ കളയാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്, ഇലകൾ കൊഴിയുന്നത്, പഴങ്ങൾ ഉണ്ടായിട്ട് അത് താഴെ വീണ് പോകുന്നത്. അപ്പോൾ ചെടിക്ക് ആവശ്യം ഇല്ല, ആവശ്യം കഴിഞ്ഞു എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ചെടി ഇതുപോലെ കളയണത്. അപ്പോൾ അതൊക്കെ എന്താണ്? എക്സ്ക്രീഷനിൽ വരുന്നതാണ്. അപ്പോൾ സോളിഡ് വേസ്റ്റ് അങ്ങനെയും ചെടി കളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സിൽ വരുന്ന മെയിനായിട്ടുള്ള എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഹോമിയോസ്റ്റാസിസും അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ്, ലെറ്റേഴ്സസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് മറ്റൊരു ചെറിയ പാർട്ടാക്കിയിട്ടിടാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.